അത് ഇത്രയും വലിയ സീരിയസ് ഇഷ്യൂ ആയിട്ട് സെൻസർ സർട്ടിഫിക്കറ്റ് തരില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ അത് അടച്ചുപൂട്ടി പോണം. ആരോടെങ്കിലും പറയാൻ പറ്റുമോ കോമഡി? എനിക്കത് ഭയങ്കര കേട്ടിട്ട് തന്നെ JSKയുടെ ഒരു ഇപ്പോൾ സെൻസർ ബോർഡിന്റെ ഒരു ഇഷ്യൂ വന്നിട്ടുണ്ടല്ലോ. JSKയില് ജാനകി എന്നുള്ള പേര് സീതാദേവിയായിട്ട് ബന്ധപ്പെട്ടുള്ളതുകൊണ്ട് പേര് മാറ്റണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനത്തെ സെൻസർ ബോർഡ് ഇങ്ങനെ കൈ കടത്തതിനെ പറ്റി എന്താ പറയാനുള്ളത്? ആരോടെങ്കിലും പറയാൻ പറ്റുമോ കോമഡി? എനിക്കത് ഭയങ്കര കേട്ടിട്ട് തന്നെ എനിക്കത് ഭയങ്കര കോമഡി ആയിട്ടാണ് തോന്നി. എനിക്കത് ഇത്ര വലിയ എനിക്ക് ഇപ്പോഴും അറിയില്ല കേട്ടോ. അത് ഞാൻ ന്യൂസ് പരിപാടിയൊക്കെ കണ്ടു, ഞാൻ പിന്നെ അതിലേക്ക് എനിക്കത് ഭയങ്കര തമാശയായിട്ടാണ് തോന്നിയത്. അല്ലാതെ എനിക്കതൊരു സീരിയസ് വിഷയമാണെന്നോ അതിന്റെ പേരിലൊക്കെ ഇനി സെൻസർ തന്നില്ലെങ്കിൽ അയ്യോ അത് സഹിക്കാൻ പറ്റാത്തൊരു കാര്യം. ഞാനത് ഇങ്ങനെ വിളിച്ച് അന്വേഷിച്ചു. പിന്നെ അവരൊക്കെ അതിൻ്റെ എന്തൊക്കെ ഓട്ടത്തിലും പരിപാടിയിലൊക്കെ ആയതുകൊണ്ട് ഞാൻ പിന്നെ ഇതൊക്കെ ഞാൻ ഡയറക്ടറെ വിളിച്ച് ചേട്ടാ ഇത് ശരിക്കുള്ള കാര്യമാണ്, ചുമ്മാ തമാശക്ക് വല്ല പ്രമോഷന് വേണ്ടി വല്ല നിങ്ങൾ കാണിക്കുന്നതാണ്. എനിക്കത് കേട്ടിട്ട് ഭയങ്കര തമാശയായിട്ടാണ് തോന്നിയേ. അത് ഇത്രയും വലിയ സീരിയസ് ഇഷ്യൂ ആയിട്ട് സെൻസർ സർട്ടിഫിക്കറ്റ് തരില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ അത് അടച്ചുപൂട്ടി പോണം. ഇതിലൊരു പോലീസ് ക്യാരക്ടർ ആണല്ലോ അല്ലെ, ഇതുവരെ ചെയ്ത ക്യാരക്ടേഴ്സിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്യാരക്ടർ ആണല്ലോ. സുരേഷ് ഗോപി ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ഒക്കെ ഉണ്ടായിരുന്നു. കോമ്പിനേഷൻസ് ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. നമ്മളെല്ലാം സുരേഷ് ഏട്ടൻ ഫാൻസ് ആണ് ആക്ടിങ്ങില്. അപ്പോൾ അതിന്റെ ഒരു ടെൻഷൻ എനിക്ക് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. പിന്നെ സുരേഷ് ഏട്ടൻ്റെ സൗണ്ട് എന്ന് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഡയലോഗ് പറയുമ്പോൾ തന്നെ നമുക്ക് ടെൻഷനാകും. അപ്പോൾ അത് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഭയങ്കര ഭാഗ്യമാണല്ലോ സുരേഷ് ഏട്ടനായിട്ട് സ്ക്രീൻ വരിക എന്നൊക്കെ പറയുന്നത്. ലൊക്കേഷൻ മൊത്തത്തിൽ എങ്ങനെയുണ്ടായിരുന്നു? ഇതിന്റെ ലൊക്കേഷൻ കുറച്ച് സീരിയസ് ആയിരുന്നു. കാര്യം ഇതിൽ പറയുന്ന ടോപ്പിക്സും അങ്ങനെ ആയതുകൊണ്ടും കുറച്ചൊരു സീരിയസ്. പിന്നെ സുരേഷ് ഏട്ടൻ വരുമ്പോഴും ഞങ്ങളെല്ലാം അടങ്ങി ഒതുങ്ങി മിണ്ടാതിരിക്കുന്നതായിരുന്നു. പിന്നെ അല്ലാത്ത സമയം ഞാനും അനുപമ മാധവ് ഞങ്ങളെല്ലാം ചില്ല് ചെയ്ത് സംസാരിച്ചിരിക്കും. എന്നാലും കുറച്ച് സീരിയസ് ആയിരുന്നു ഇതിന്റെ ഷൂട്ടും പരിപാടിയല്ല. സുരേഷ് ഗോപി ഉള്ളത് കൊണ്ടാണ് അങ്ങനെ? അതൊരു റീസൺ ആയിരിക്കും. എന്തെങ്കിലും ഇൻസിഡന്റ് ഓർക്കാനുണ്ടോ? ഇൻസിഡൻസ് ഈ പറഞ്ഞ പോലെ ഇതിൽ കോടതി സീക്വൻസ് കുറെ ഉണ്ട്. അപ്പോൾ സുരേഷ് ഏട്ടൻ ഇങ്ങനെ വാദിക്കുമ്പോ ഒക്കെ വലിയ പഞ്ച് ഡയലോഗ്സ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ നമ്മൾ ഇതിനു മുമ്പ് ടി.വിയിൽ മാത്രമല്ല കണ്ടിട്ടുള്ളത്. അത് നേരിട്ട് കാണുമ്പോൾ ഭയങ്കര എപ്പോഴും ഓർത്തിരിക്കുന്ന നിമിഷങ്ങളാണ് അതെല്ലാം. അത് നേരിട്ട് കാണാൻ പറ്റുന്നതും അതൊക്കെ. പുള്ളിയിൽ നിന്ന് എന്തെങ്കിലും പഠിച്ച എന്തെങ്കിലും ഇപ്പൊ ആക്ടിങ്ങിലാണെങ്കിലും അല്ലെങ്കിൽ സെറ്റിൽ ഇരിക്കുമ്പോഴുള്ള കാര്യങ്ങളാണെങ്കിലും എന്തെങ്കിലും പഠിച്ച അല്ലെങ്കിൽ നോക്കി കണ്ട ഒരു കാര്യം എന്തെങ്കിലും ഉണ്ടോ? മെയിൻ ആയിട്ട് സുരേഷ് ഏട്ടൻ ഡയലോഗ് പറയുമ്പോ ഒക്കെ നമ്മളൊക്കെ ഞാനൊക്കെ പുതിയ ആളായതുകൊണ്ട് എവിടെ കുത്തും കോമയും ഇട്ട് ഡയലോഗൊക്കെ പറയണം. സുരേഷ് ഏട്ടൻ അതെങ്ങനെ ഒരു പഞ്ചായിട്ട് ആ ഡയലോഗ് ഡെലിവറി ചെയ്യുന്നത് അതൊക്കെ കണ്ടുപഠിക്കേണ്ടത് തന്നെ കാര്യങ്ങളായിരുന്നു. ഇപ്പൊ ഈ മൂവിയിലേക്ക് വന്നതിന് ശേഷമാണോ മാധവായിട്ടുള്ള ഒരു പരിചയം? ഞാൻ നേരത്തെ ഇൻസ്റ്റഗ്രാം നോക്കിയപ്പോഴേ മാധവായിട്ട് കളിക്കാനൊക്കെ ആണെങ്കിലും കൂടെ ഉള്ള ഒരു ഫോട്ടോസ് ഒക്കെ കണ്ടായിരുന്നു. അപ്പം ഈ പടത്തിലേക്ക് വന്നതിന് ശേഷമാണോ മാധവായിട്ടൊക്കെ? മാധവിന് ഈ പറഞ്ഞ പോലെ മാധവാന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോ ഞാൻ അവനെ നമ്പർ എടുത്ത് അവനെ പോയി വിളിച്ച് ഞങ്ങൾ കണ്ട് സംസാരിച്ച്. എനിക്ക് ഗോകുലായിട്ട് കുറച്ചുകൂടെ കണക്ഷൻ ഉണ്ടായിരുന്നു. മാധവിനെ ഞാൻ ഈ സെറ്റ് വെച്ചാണ് ഈ ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പാണ് കാണുന്നത്. അപ്പോൾ ഈ പെട്ടെന്ന് ഭയങ്കര കംഫർട്ടബിൾ ആയി. ഭയങ്കര ഒരു അനിയനാണ്. ഈ പടത്തിൽ പിന്നെയുള്ള കാസ്റ്റ് എന്ന് പറയുന്നത് അനുപമയാണ്. അനുപമ ആണെങ്കിൽ ഇതുപോലെ കുറെ വർഷത്തിന് ശേഷമാണ്, കുറച്ച് ഇടവേളയ്ക്ക് ശേഷമാണ് മലയാളം പടത്തിലേക്ക് വരുന്നത്. അപ്പം അവരായിട്ടുള്ള ഒരു കോമ്പിനേഷൻ ഒക്കെ ഉണ്ടായിരുന്നോ? അനുപമ ഭയങ്കര കൂളായിട്ട് അഭിനയിക്കുന്ന ഒരാളാണ്. അപ്പൊ അത് ഭയങ്കര രസമാണ്. അനുപമ എനിക്കൊന്ന് കട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ചിരിയും തമാശയൊക്കെ ഉള്ളൊരു ക്യാരക്ടറാണ്.